കേരളം ആര് ഭരിക്കുമെന്ന് നമുക്ക് ഏതാണ്ട് നാളെ അറിയാം. നാളെ രാവിലെ 8 മണി മുതലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. സംസ്ഥാനത്തുടനീളം 43 ഇടങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്നാമത് ഒരു തുടർഭരണം എന്ന ചരിത്ര നേട്ടം കൈവരിക്കുമോ എന്നതാണ് LDF ഉറ്റുനോക്കുന്നത്. 10 കൊല്ലത്തെ അധികാര നഷ്ടത്തിന് ശേഷം കേരളത്തിൻ്റെ ഭരണം പിടിക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. നിയമസഭയിൽ ശക്തമായ സാന്നിധ്യമായി മാറണം എന്ന ആഗ്രഹവുമായിട്ട് BJPയും കളം നിറയുന്നു. നമ്മളെ പ്രചരണം UDFിൻ്റെ പ്രചരണം സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നല്ല ഒരു വിധിയെടുത്ത് UDFിന് അനുകൂലമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാലും എൻ്റെ ഒരു 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, അവസാന ഘട്ടത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയാലും വോട്ടിങ്ങിന് ശേഷം ഉള്ള കണക്കെടുപ്പ് പരിശോധിച്ച് നോക്കിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്തുകൊണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ ജയിക്കുന്നതിന് വേണ്ടി ഉള്ള സാഹചര്യം. അല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ, ഈ കിട്ടിയ ഇടവേളയിലാണ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അവലോകനങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ 24-ന്റെ ആർമി സജ്ജമായി കഴിഞ്ഞു. അവരും കളം നിറയുകയാണ്. ഒരുപക്ഷെ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ വിശ്വസിക്കില്ല, നമ്മളെടുക്കുന്ന കണ്ടില്ലേ, കളം നിറഞ്ഞു നിൽക്കുകയാണ് മുഴുവൻ ആളുകളും. നമ്മുടെ ദിലീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം 24 ആർമി സജ്ജമായി കഴിഞ്ഞു. സാങ്കേതികമായ സൗകര്യങ്ങൾ അണിനിരത്തുന്ന മറ്റൊരു സംഘവും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു വരവായിരിക്കും നാളെ. എന്തായാലും ഈ പൊതുവെയുള്ള രാഷ്ട്രീയ രംഗം ഇന്ന് രാത്രിയിലൊക്കെ പല നേതാക്കന്മാർക്ക് ഉറങ്ങാൻ കഴിയില്ല. കൂട്ടിയും കിഴിച്ചും അവർ പാചവിട്ടി കീറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആരൊക്കെ ചിരിക്കും, ആരൊക്കെ കരയും, അത് നമുക്ക് നാളെ അറിയാം. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് സർക്കിളിൽ നിന്ന് പൊതുവെ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിക്കുന്നു. എൻ്റെ കാലാവസ്ഥാ നിരീക്ഷകൻ പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. SKN കേരളം കണ്ട ഏറ്റവും വീറും വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ള ആകാംക്ഷ അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ ജനസമൂഹത്തിന് ഒന്നാകെ വലിയ താല്പര്യമുള്ള വിഷയമാണ്, ആകാംക്ഷയുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ഫലം അതേപടി തന്നെ, അതേ ആവേശത്തിൽ തന്നെ, ആ ഓരോ വോട്ടും എണ്ണുമ്പോൾ അതേ തീവ്രതയിൽ തന്നെ, അതേ ആധികാരികതയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ 24 ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ 5 മണി മുതൽ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കും. 6 മണിക്കാണ് ഉദ്യോഗസ്ഥർ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തുക. 7 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറക്കും. 15,000-ഓളം ഉദ്യോഗസ്ഥരാണ് ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിൽ പങ്കാളിയാകുന്നത്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോന്നിലെയും വോട്ടുകൾ എണ്ണാൻ പ്രത്യേകം ഹാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ 51 സ്ഥാപനങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആകെയുള്ളത്. ഇതിൽ 43 കേന്ദ്രങ്ങളെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പാസ്സുള്ളവർക്കും റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, ജീവനക്കാർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ, ചുമതലപ്പെട്ട പൊതുസേവകർ എന്നിവർക്കായിരിക്കും ഈ ഹാളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. രാവിലെ 6-ന് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെത്തിയ 7 മണിക്ക് പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കും. അത് സ്ഥാനാർത്ഥികളുടെയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും സാക്ഷിയാക്കി ഈ സ്ട്രോങ് റൂമിന്റെ പൂട്ടിന്റെ സീൽ പരിശോധിച്ച് അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം വീഡിയോ റെക്കോർഡിംഗ് നടത്തിയാണ് ഇത് തുറക്കുക. ഇതുൾപ്പെടെ കൗണ്ടിംഗ് ഹാളിൽ വോട്ടിംഗ് യന്ത്രം എത്തിക്കുന്നത് വരെയുള്ള എല്ലാ നടപടികളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും. വോട്ടെണ്ണുമ്പോൾ കൺട്രോൾ യൂണിറ്റിനൊപ്പം ഫോം 17C കൂടി മേശപ്പുറത്ത് വെക്കും. ഈ ഫോം 17C ആണ് പിന്നീട് ഈ വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ രേഖപ്പെടുത്തി അത് പിന്നീട് മുദ്രവയ്ക്കുക. അതായത് നാളെ രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 140 റിട്ടേണിംഗ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരും 4208 സൂക്ഷ്മ നിരീക്ഷകരും
നിരീക്ഷകരും 4208 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും 5563 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും ഉൾപ്പെടെയാണ് ഈ 15465 ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുന്നത്. ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഒരു റൗണ്ടിൽ 12 മുതൽ 14 വരെ ബൂത്തുകൾ എണ്ണും. അതായത് SKN ഒറ്റ റൗണ്ടിൽ എണ്ണുന്നത് ഏതാണ്ട് 14 വരെ, 12 മുതൽ 14 വരെ ബൂത്ത് EVMകളാണ് എണ്ണുക. ഒരേ സമയം എല്ലാ മേശകളിലെയും EVMകൾ എണ്ണുന്ന വിധമാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നീടാണ് അടുത്ത റൗണ്ടിലേക്കുള്ള നടപടിക്രമം എന്ന് പറയുന്നത്. അടുത്ത റൗണ്ടിൽ എണ്ണാനുള്ള ഈ EVMകൾ കൊണ്ടുവരേണ്ടത്, സ്ട്രോങ് റൂമിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ആദ്യത്തെ റൗണ്ട് പൂർത്തിയാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തിയായതിന് ശേഷം മാത്രമേ, അതായത് ആദ്യ റൗണ്ടിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് ഉൾപ്പെടെ അവിടെയുള്ള വലിയ ബോർഡിൽ പ്രദർശിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതും പൂർത്തിയായതിന് ശേഷമേ ഈ കൺട്രോൾ റൂമിൽ നിന്ന്, സ്ട്രോങ് റൂമിൽ നിന്ന് അടുത്ത EVMകൾ ഈ വോട്ട് എണ്ണുന്നതിന് വേണ്ടി കൊണ്ടുവരികയുള്ളൂ. EVMിലെയും ഈ ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നതിനുള്ള തീരുമാനവുമുണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നേരത്തെ ഈ തർക്കമുണ്ടാകുമ്പോൾ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണിയിരുന്നുള്ളൂ. അതല്ലെങ്കിൽ അത് മാറ്റിവെക്കുകയായിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. ഇത്തവണ അത് വിജയത്തെ സ്വാധീനിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ആ വോട്ടുകൾ, വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിരീക്ഷകർക്ക് ഓരോ റൗണ്ടിലും ആവശ്യമെങ്കിൽ 2 വീതം EVMകൾ റാൻഡമായി തെരഞ്ഞെടുത്തത് എണ്ണിയത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടാം എന്ന നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മുന്നണികളും നേതാക്കളും സ്ഥാനാർത്ഥികളും എല്ലാം വലിയ പ്രതീക്ഷയിലാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.